Hello friends, welcome to my YouTube channel Andro Creations. This is Redmi 9i എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഇന്ന് കസ്റ്റമർ കൊണ്ടുവന്നതാണ് ഈ ഒരു മോഡൽ ഈ ഒരു ഫോൺ. ഇതിന്റെ പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഇന്നലെ വൈകുന്നേരം മുതൽ ഈ ഒരു ഫാസ്റ്റ്ബൂട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ലോഗോ വന്നിട്ട് സ്റ്റക്ക് ആയിട്ട് നിൽക്കുകയാണ്. യാതൊരുവിധ റെസ്പോൺസും തന്നെ ഇല്ല. പവർ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ടും യാതൊരുവിധ റെസ്പോൺസ് ഇല്ല. വോളിയം ബട്ടൺ എല്ലാം എന്തൊക്കെ ചെയ്തിട്ടും ഈ ഒരു ഫാസ്റ്റ്ബൂട്ട് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷനിൽ നിന്നും മാറുന്നില്ല. ഈ ഫാസ്റ്റ്ബൂട്ട് എന്ന് പറയുന്നത് ഒരു സർവീസ് മോഡാണ്. അതായത് നമ്മുടെ സോഫ്റ്റ്വെയറും അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലുമൊക്കെ ഫ്ലാഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നീഷ്യന്മാർ ഫ്ലാഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മോഡാണ് ഈ ഒരു ഫാസ്റ്റ്ബൂട്ട് മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചില സാഹചര്യങ്ങളിൽ നമ്മൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫോണിലേക്ക് ഇത് കയറി വരും. അതായത് ചിലപ്പോൾ നമ്മുടെ പവർ ബട്ടണിലോ വോളിയം ബട്ടണോ ഒക്കെ എന്തൊക്കെയൊക്കെ സ്റ്റക്കിങ് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടെമ്പററി ആയിട്ട് പെർമനൻ്റ് ആയിട്ടല്ല ടെമ്പററി ആയിട്ട് വരുന്ന ചില എററുകളൊക്കെ കൊണ്ട് നമുക്ക് ഇതേപോലെ ഫാസ്റ്റ്ബൂട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷനിൽ വന്നിട്ട് സ്റ്റക്കായിട്ട് നിൽക്കും. പിന്നെ യാതൊരുവിധ രക്ഷയിൽ നിന്ന് മാറാം, യാതൊരുവിധ രക്ഷയില്ല. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് പാനിക്കാവും, നമ്മുടെ ഫോൺ അടിച്ചു പോയോ സോഫ്റ്റ്വെയർ പോയോ എന്നൊക്കെ പറ്റിയായിട്ട് നമ്മൾ പേടിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ടെമ്പററി ആയിട്ട് വരുന്ന എന്തെങ്കിലും ഇഷ്യൂസ് ആണെങ്കിൽ ഫാസ്റ്റ്ബൂട്ട് മോഡിലേക്ക് ടെമ്പററി ആയിട്ട് വരുന്ന ഇഷ്യൂസ് ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഷോപ്പിൽ കൊടുക്കാതെ തന്നെ ശരിയാക്കാൻ സാധിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ പവർ ബട്ടണിൽ ഒരു 10 സെക്കൻഡ് ലോങ് ആയിട്ട് പ്രസ് ചെയ്യുക. ഇതേപോലെ ഈ ഒരു പവർ ബട്ടണിൽ 10 സെക്കൻഡ് ലോങ് ആയിട്ട് പ്രസ് ചെയ്യുക. ഓക്കെ, പ്രസ് ചെയ്ത് പിടിക്കുക. 10 സെക്കൻഡ് ലോങ് ആയിട്ട് പ്രസ് ചെയ്ത് പിടിക്കുക. അങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോണിൽ ടെമ്പററി ആയിട്ട് വന്ന ഫാസ്റ്റ്ബൂട്ടിൻ്റെ ഇഷ്യൂസ് ആണെങ്കിൽ ഈ ഒരു മോഡിലേക്ക് ടെമ്പററി ആയിട്ട് വന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഫോൺ ഓഫായി നിങ്ങളുടെ ഫോൺ ഓണായി വരും. ഇതേപോലെ വീണ്ടും ഫോൺ ഓണായി വരും. അല്ല സോഫ്റ്റ്വെയർ സംബന്ധമായിട്ടുള്ളതോ അല്ലെങ്കിൽ ഹാർഡ്വെയർ സംബന്ധമായിട്ടുള്ളതോ ആയിട്ടുള്ള പെർമനൻ്റ് ആയിട്ട് വന്നിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ആണെങ്കിൽ ഓണാകത്തില്ല. അത്തരം കണ്ടീഷനിൽ നിങ്ങൾ ഷോപ്പിൽ കൊടുത്ത് നിങ്ങളുടെ സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും ഒന്ന് ചെക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഓക്കെ, മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. ടെമ്പററി ആയിട്ട് ഇതേപോലെ വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് വന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോൺ ഇതേപോലെ പവർ ബട്ടൺ 10 സെക്കൻഡ് ലോങ് ആയിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശരിയാവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ബൈ.